നൽകപ്പെടുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. പത്രോസ് തൻ്റെ ശുശ്രൂഷ മധ്യത്തിൽ എല്ലായിടത്തും സഞ്ചരിച്ച് ശുശ്രൂഷ ചെയ്തിരിക്കുമ്പോൾ ഇതാ നാളുകളായി കിടക്കയിൽ തളർന്നു കിടക്കുന്ന ഒരു വ്യക്തിയുടെ അടുക്കൽ വരികയാണ്. പെട്ടെന്ന് ആ വ്യക്തിയുടെ അടുക്കൽ വന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രേരണ തന്നിലുണ്ടായി. ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, കർത്താവായ യേശു നിന്നെ സൗഖ്യമാക്കുന്നു ഐനെയാസേ, നീ എഴുന്നേറ്റ് നീയായി തന്നെ കിടക്ക വിരിച്ചുകൊള്ളുക. സ്റ്റാൻഡ് അപ്പ് ആൻഡ് വാക്ക്, എഴുന്നേറ്റ് നടക്ക യേശുവിൻ്റെ നാമത്തിൽ. ആ തളർവാദ രോഗിയെ അത്ഭുതകരമായി സൗഖ്യമാക്കുവാൻ ഒരു സാധാരണ മനുഷ്യനായ മുക്കുവനായിരുന്ന പത്രോസ് യേശുവിൻ്റെ നാമം ഉപയോഗിച്ചപ്പോൾ അത് നടക്കുമെങ്കിൽ ആ സൗഖ്യദായകനായ യേശുവിൻ്റെ ശക്തി ഇപ്പോഴും വ്യാപരിച്ചുകൊണ്ടായിരിക്കുന്നത്. എല്ലാ മേഖലകളിലും ആത്മീയമായും ഭൗതികമായും ശാരീരികമായും ഏത് മേഖലയിലാണോ നമ്മുടെ തളർച്ച മാറി എഴുന്നേൽക്കേണ്ടത്, യേശു അത് തരാൻ മതിയായവനാണ്. ഇന്ന് നമ്മൾ തൃപ്പൂണിത്തുറയിൽ നടന്ന TV പ്രേക്ഷക മീറ്റിങ്ങിലെ ദൈവവചന ശുശ്രൂഷയിൽ കടക്കുമ്പോൾ കർത്താവ് നമ്മളോട് പറയുന്നതാണ്, സ്റ്റാൻഡ് അപ്പ് ആൻഡ് വാക്ക്, എഴുന്നേറ്റ് നടക്കുക. വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. പത്രോസ് എല്ലായിടവും സഞ്ചരിക്കുകയിൽ ലുദ്ദയിൽ പാർക്കുന്ന വിശുദ്ധന്മാരുടെ അടുക്കലും ചെന്നു. അവിടെ പക്ഷപാതം പിടിച്ച് 8 സംവത്സരമായി കിടപ്പിലായിരുന്ന ഐനെയാസ് എന്ന പേരുള്ള ഒരു മനുഷ്യനെ കണ്ടു. പത്രോസ് അവനോട്, ഐനെയാസെ, യേശു ക്രിസ്തു നിന്നെ സൗഖ്യമാകുന്നു, എഴുന്നേറ്റ് താനായി തന്നെ കിടക്കയെടുത്ത് വിരിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. ഉടനെ അവൻ എഴുന്നേറ്റു. ലുദ്ദയിലും ശാരോനിലും പാർക്കുന്നവർ എല്ലാവരും അവനെ കണ്ട് കർത്താവിലേക്ക് തിരിഞ്ഞു. തളർവാദം പിടിച്ചു കിടന്ന ഐനെയാസ് എന്ന വ്യക്തി, ആ വ്യക്തിയെ പത്രോസ് ലീഹ യേശു ക്രിസ്തുവിൻ്റെ മരണ പുനരുദ്ധാനങ്ങൾക്ക് ശേഷം യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ്, ലോകത്തിൽ എല്ലായിടത്തും പോയി നിങ്ങൾ എൻ്റെ സുവിശേഷം പറയണം. എവിടെ സുവിശേഷം അറിയിക്കുമോ എൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കും. എൻ്റെ നാമം നിങ്ങൾ പറയുമ്പോൾ രോഗികൾ സൗഖ്യമാവും. അങ്ങനെ ഇതാ തളർവാദം പിടിച്ച് വർഷങ്ങളായി കിടക്കയിലായിരുന്ന ഐനെയാസ് എന്ന വ്യക്തിയുടെ അടുക്കൽ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്നുള്ള സന്ദേശം പത്രോസ് ലീഹ പറഞ്ഞു. ആ യേശുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞപ്പോൾ ദൈവശക്തി ഐനെയാസിലേക്ക് വ്യാപരിച്ചു. ഐനെയാസ് അത് വിശ്വസിച്ചു, ഐനെയാസിലേക്ക് വ്യാപരിച്ചു. ഐനെയാസ് ചാടി എഴുന്നേറ്റ് നടന്നു. അവിടെ ലുദ്ദ, ശാരോൻ എന്നീ 2 ഭൂപ്രദേശങ്ങളിൽ താമസിക്കുന്ന എല്ലാവരും, അവിടെ കുറച്ച് പേരെന്നല്ല, പിന്നെ എല്ലാവരും അവനെ കണ്ട് കർത്താവിലേക്ക് തിരിഞ്ഞു. ഒന്ന് ചിന്തിച്ചു നോക്കൂ, 2 പ്രദേശങ്ങളിലുള്ള മുഴുവൻ പേരും കർത്താവിനെ വിശ്വസിച്ച ആ അത്ഭുത ഉണർവ് ഓർത്ത് ദൈവമക്കളൊന്ന് കരമടിച്ച് കർത്താവിനെ സ്തുതിക്കുമോ? വീണ്ടും ഞാൻ പറയട്ടെ, യേശു ക്രിസ്തുവിൻ്റേത് ഒരു മതമല്ല, വ്യക്തികളെ വിടുവിക്കുന്നവനാണ്. അവൻ വ്യക്തികളെ അവരുടെ വൈകല്യങ്ങൾ മാറ്റി വിടുവിക്കുന്നവനാണ്. ശാരീരികമായ തളർച്ചയിൽ കിടന്നൊരു വ്യക്തിയെ ഒരു ആരോഗ്യമുള്ള വ്യക്തിയാക്കി കർത്താവ് മാറ്റി. ശാരീരിക വൈകല്യങ്ങൾ മാത്രമല്ല, കാലിൻ്റെ മുടന്തല്ല, ചില മനുഷ്യരുടെ സ്വഭാവത്തിന് മുടന്തുണ്ട്. കണ്ണിൻ്റെ കാഴ്ച മാത്രമല്ല, ചില മനുഷ്യർക്ക് ഉൾക്കാഴ്ചയില്ല, സംഭവങ്ങളുടെ അപ്പുറം കാണാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് ചിലർ ആത്മഹത്യ ചെയ്യുന്നത്? കാരണം ഇതിനപ്പുറത്ത് ദൈവത്തിന് വിടുവിക്കാൻ കഴിയുന്ന ഒരു വിടുതൽ അവർക്ക് കാണാൻ കഴിയാത്തത് കൊണ്ട് എല്ലാം തീർന്നു എന്ന് പറഞ്ഞവർ മരത്തിന്മേൽ കയറുകെട്ടി തൂങ്ങുകയാണ്. എന്നാൽ കർത്താവ് നമ്മുടെ ഹൃദയ കണ്ണ് തുറക്കുമ്പോൾ, വിശ്വാസത്തിൻ്റെ കണ്ണ് തുറക്കുമ്പോൾ ഏത് പ്രതിസന്ധിയിലായ വ്യക്തിക്കും പിടികിട്ടും, ഇവിടെ ഞാൻ മരിക്കേണ്ട ആവശ്യമില്ല, ഇതിനപ്പുറത്ത് അത്ഭുതകരമായി കർത്താവ് എന്നെ നടത്തും. ഹല്ലേലൂയ. ലോകത്തെ നിരവധി ശബ്ദങ്ങൾ കേട്ടുകൊണ്ട് നമ്മളിവിടെ ജീവിക്കുമ്പോൾ ഈ ചെവി കേൾക്കാത്തവരെ കർത്താവ് സൗഖ്യമാക്കും. അപ്പോൾ തന്നെ ഈ ചെവിയല്ല, പ്രതിസന്ധികളുടെ മധ്യത്തിൽ മകനെ നീ ഭാരപ്പെടണ്ട. നമ്മളിന്ന് പത്രമെടുത്താൽ നമുക്ക് ആശ്വാസം പകരുന്ന ഒരു വാർത്തയുമില്ല. എന്നാൽ ദൈവത്തിൻ്റെ മക്കളെ, രാവും പകലും ദൈവം തൻ്റെ മക്കളോട് സദാ സംസാരിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത്. എന്നാൽ പലർക്കും അത് കേൾക്കാൻ കഴിയാത്തത് കൊണ്ട് അവർ നിരാശയിലാണ്, ഭയത്തിലാണ്. എന്നാൽ ഹൃദയമാകുന്ന ചെവി കർത്താവ് തുറക്കുന്ന കർത്താവ്. ഇന്ന് കർത്താവ് പുറത്തെ ചെവിയും തുറക്കും, അകത്തെ ചെവിയും തുറക്കും. ഇന്ന് കർത്താവ് പുറത്തെ മുടന്തം മാറ്റും, അകത്തെ മുടന്തം മാറ്റും. ഇന്ന് കർത്താവ് ഈ കണ്ണുകളെയും സൗഖ്യമാക്കും, ഉൾക്കണ്ണുകളെയും സൗഖ്യമാക്കും. നല്ല കർത്താവിനെ ആർപ്പോടെ നമുക്കൊന്ന് സ്തുതിക്കാം. കർത്താവ് മാംസള ഹൃദയത്തിൻ്റെ ഹാർട്ട് പ്രോബ്ലം സൗഖ്യമാക്കും. മാത്രമല്ല, നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ കേന്ദ്രമാകുന്ന, നമ്മുടെ ചിന്തകളുടെ കേന്ദ്രമാകുന്ന നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തരംഗത്തെയും കർത്താവ് സൗഖ്യമാക്കും. ഈ ഡോക്ടറെ, ഈ നല്ല വൈദ്യനെ ഒന്ന് കരമടിച്ച് നമുക്ക് സ്തുതിക്കാം.
കർത്താവ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് ഒരു മതമല്ല, ഒരു ഹീലിംഗ് സെന്ററാണ്. കർത്താവ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത് ഒരു പുതിയ മതവിശ്വാസമല്ല, മനുഷ്യരെ മനുഷ്യരാക്കുന്ന അത്ഭുത പ്രവൃത്തിയാണ്. ആത്മീയമായി, ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി, കുടുംബ ബന്ധങ്ങളിൽ, എല്ലാ മേഖലകളിലും ഒരു വ്യക്തിയെ ഒരു അത്ഭുത വ്യക്തിയായി രൂപാന്തരപ്പെടുത്തി സൗഖ്യമാക്കി ആരോഗ്യം പകരുന്ന ഈ നല്ല കർത്താവിനെ നമുക്ക് ആർപ്പോടെ ഒന്ന് സ്തുതിക്കാം. ഐനെയാസ് എന്ന വ്യക്തിയുടെ ആ മുടന്ത് കർത്താവ് സൗഖ്യമാക്കുകയാണ്. അവനെ കണ്ട് ലുദ്ദയിലും ശാരോനിലും പാർക്കുന്ന എല്ലാവരും കർത്താവിലേക്ക് തിരിഞ്ഞു. ഞാൻ വീണ്ടും ആദ്യം പറഞ്ഞ കാര്യം പറയാം. ചില ആൾക്കാരെങ്കിലും പറയും, എന്തിനാ എപ്പോഴും ഈ രോഗസൗഖ്യം വിടുതൽ എന്ന് പറയുന്നത്? പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു എന്തിന് രോഗികളെ സൗഖ്യമാക്കി? എന്തുകൊണ്ട് ഇപ്പോഴും രോഗികളെ സൗഖ്യമാക്കുന്നു? അതാണ് ഇന്നത്തെ സന്ദേശം. വൈ ജീസസ് ഹീൽസ്. എന്തുകൊണ്ട് വ്യക്തികളെ സൗഖ്യമാക്കുന്നു? ഇന്ന് നമ്മളിവിടെ കണ്ട സംഭവത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ആ വ്യക്തിയുടെ വേദന മനസ്സിലാക്കി ആ ആളെ കർത്താവ് വിടുവിച്ചു. ഒരു കാര്യം. രണ്ട്, ഈ വ്യക്തിയുടെ വിടുതൽ കണ്ട് രണ്ട് ദേശങ്ങളിലുള്ള അനേകരെന്ത് ചെയ്തു? കർത്താവിലേക്ക് തിരിഞ്ഞു. അവരുടെ കൊള്ളരുതാത്ത വഴികൾ വിട്ടു. അവർ നല്ല വ്യക്തികളായി മാറി. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഇപ്പം സൗഖ്യമെന്ന് പറയുന്നത് ആ കർത്താവ് അന്നും ഇന്നും തുടരുന്നത്, അതിലൂടെ കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വൈ ജീസസ് ഹീൽസ്. നമുക്ക് പുതിയ നിയമത്തിൽ നോക്കുമ്പോൾ യേശു ക്രിസ്തു സൗഖ്യമാക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് രണ്ട് വേദഭാഗങ്ങൾ വായിക്കാം. ഒന്നാമതായി, യേശു ക്രിസ്തു തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ തന്നെ കർത്താവ് വ്യക്തമായി പറഞ്ഞു, എന്നെ അയച്ച മിഷൻ, എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചയച്ച ജോലി സൗഖ്യമാക്കാൻ. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 17 മുതൽ വായിക്കുമ്പോൾ, എന്തിനാണ് കർത്താവ് ഈ ലോകത്ത് വന്നത്? മതം സ്ഥാപിക്കാനാണോ? എന്തിനാണ് പിതാവാം ദൈവം പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത്? താൻ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് തൻ്റെ ശുശ്രൂഷയ്ക്ക് മുമ്പേ പറഞ്ഞു. ഇതിനെ തിയോളജിയന്മാർ യേശു ക്രിസ്തുവിൻ്റെ പ്രകടന പത്രിക, നസ്രത്ത് മാനിഫെസ്റ്റോ എന്ന് പറയാറുണ്ട്. എന്താണ് താൻ ചെയ്യാൻ പോവുക? ഒരു പാർട്ടി ഇലക്ഷന് നിൽക്കുമ്പോൾ ഞങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറയും. അതുപോലെ യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ താൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് തൻ്റെ അഭിപ്രായമല്ല പറഞ്ഞു. തൻ്റെ പിതാവ് അയച്ചതും താൻ ഈ ലോകത്തിൽ വരുന്നതിന് ഏകദേശം 700 വർഷങ്ങൾക്കപ്പുറം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ താൻ എന്ത് ചെയ്യുമെന്ന് രേഖപ്പെടുത്തിയിരുന്നു. അത് കർത്താവ് വായിക്കുന്നുണ്ട്. നമുക്ക് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 4:17 മുതൽ. യെശയ്യാവിൻ്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബന്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. എന്നെ അയച്ചത് ഇതിനാ. ദിസ് ഈസ് മൈ മിഷൻ. വൈ ജീസസ് ഹീൽസ്. എന്തുകൊണ്ട് യേശു സൗഖ്യമാക്കുന്നു? കർത്താവിനെ ഏൽപ്പിച്ച ദൗത്യം അതാണ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, യേശു എന്തുകൊണ്ട് രോഗികളെ സൗഖ്യമാക്കുന്നു? ഒന്നാമത്തെ റീസൺ പറഞ്ഞേ, യേശുവിനെ പിതാവ് ഏൽപ്പിച്ച ദൗത്യം അതാണ്. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. അവിടെ പറയാണ്, ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും ആദ്യം പറയണം, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തു വ്യക്തിയുടെ ഭൗതിക ദാരിദ്ര്യം മാറ്റും. ശൂന്യമായ പത്രോസിന്റെ പടകിൽ യേശു കയറിയത് ഇവിടെ വീശുവി എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ പടക് നിറയുക മാത്രമല്ല, അടുത്തുള്ള പടകുകളെ കൂടെ വിളിച്ച് കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം പകർന്നെങ്കിൽ, ദൈവ പൈതലേ, ഇന്ന് പകൽ ഞാൻ പ്രസംഗിക്കുന്ന കർത്താവ് നിന്റെ ജീവിതത്തിലേക്ക് വന്നാൽ നിന്റെ ഭൗതിക ദാരിദ്ര്യം മാറും. ഭൗതിക ദാരിദ്ര്യം മാത്രമല്ല, ഹൃദയ സമാധാനത്തിൻ്റെ ദാരിദ്ര്യം കർത്താവ് മാറ്റും. യേശു പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഏതെല്ലാം മേഖലയിൽ ദാരിദ്ര്യമുണ്ടോ അതെല്ലാം മാറ്റുന്നവനാണ് നമ്മുടെ കർത്താവ്. ആത്മീയ ദാരിദ്ര്യം മാറ്റും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് എന്നയ്ക്ക് വേണ്ടി ആർ പ്രാർത്ഥിക്കും, എന്നെ ആർ വിടുവിക്കും എന്ന് പറഞ്ഞ് ഓടി നടക്കുന്ന വ്യക്തി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിയുമ്പോൾ, കർത്താവ് നിന്നെ സ്പർശിച്ചു കഴിയുമ്പോൾ നീ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയായി മാറും. ആത്മീയ ദാരിദ്ര്യം മാറിയിട്ട് കവിഞ്ഞൊഴുകുന്ന വ്യക്തിയാവും. അതാണ് യോഹന്നാൻ 7:37 യേശു പറഞ്ഞു, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്ന പോലെ ജീവജല നദികൾ ഒഴുകും.
ദാഹിച്ച് അല്പം വെള്ളത്തിന് വേണ്ടി ഓടി നടന്ന വ്യക്തിയെ, നിന്നെ കർത്താവ് എന്ത് ചെയ്യാണ്? അനേകർ ഒഴുക്കി കൊടുക്കുന്ന നദികളുള്ള ഒരു വ്യക്തിയാക്കി മാറ്റുകയാണ്. ദരിദ്രന്മാരെ സമ്പന്നരാക്കാൻ വന്ന ഈ നല്ല കർത്താവിനെ നമുക്ക് ആർപ്പോടെ സ്തുതിക്കാം. യേശു നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥ മാറും, വ്യക്തി ജീവിതത്തിൻ്റെ അവസ്ഥ മാറും, കുടുംബ ജീവിതത്തിൻ്റെ അവസ്ഥ മാറും, വീടിൻ്റെ സ്ഥിതി മാറും. നീ ചെല്ലുന്നിടത്തെല്ലാം മാറ്റമുണ്ടാകും, ശരീരത്തിൽ മാറ്റമുണ്ടാകും. അവൻ സമ്പന്നനായ കർത്താവാകയാൽ അവനോട് പറ്റിച്ചേരുമ്പോൾ നീ വാങ്ങി നടക്കുന്നൊരു വ്യക്തിയായിരിക്കില്ല, നീ പിച്ച തണ്ടുന്ന ഒരു വ്യക്തിയായിരിക്കില്ല, മറിച്ച് വാരി കൊടുക്കുന്നൊരു വ്യക്തിയാക്കി കർത്താവ് നിന്നെ മാറ്റുന്നതോർത്ത് ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അതുകൊണ്ടാണല്ലോ യെരുശലേം ദേവാലയത്തിന് മുമ്പിൽ പിച്ച തണ്ടിക്കൊണ്ടിരുന്ന മനുഷ്യനെ പത്രോസും യോഹന്നാനും ചെന്നിട്ട് നസ്രാനെ യേശുവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു. നമ്മളിങ്ങനെ വായിക്കുന്നു, മനുഷ്യനും അവനെ ചുമന്നുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അവൻ എല്ലാവർക്കും ഒരു ഭാരമായിരുന്നു, അവൻ മറ്റുള്ളവരുടെ കൈ നീട്ടി വാങ്ങുന്നവനായിരുന്നു. എന്നാൽ ഇത് അവൻ സൗഖ്യമായ ശേഷം അവൻ തുള്ളിച്ചാടി സ്തുതിച്ചുകൊണ്ട് അപ്പോസ്തലന്മാരുടെ കൂടെ നിന്നുകൊണ്ട് സുവിശേഷം മറ്റുള്ളവർക്ക് വാരി വിതറുന്ന വ്യക്തിയാക്കി മാറ്റിയെങ്കിൽ ദൈവത്തിൻ്റെ പൈതലെ, നിന്റെ കൈ നീട്ടുന്ന പരിപാടി കർത്താവ് മാറ്റാൻ പോകുന്നു. മറ്റുള്ളവരിൽ ആശ്രയിക്കുന്ന പരിപാടി കർത്താവ് മാറ്റാൻ പോകുന്നു. മറ്റുള്ളവർക്ക് വാരി കൊടുക്കുന്ന ഒരു വ്യക്തിയാക്കി നമ്മുടെ കർത്താവ് മാറ്റുന്നതിനായി കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ദരിദ്രന്മാരുടെ സുവിശേഷം, ബദ്ധന്മാർക്ക് വിടുതൽ. ഒരിക്കൽ 18 വർഷം കൂനിയായിരുന്ന ഒരു സ്ത്രീയെ യേശു സൗഖ്യമായിട്ട് ആക്കുകയപ്പോൾ ഇങ്ങനെ പറഞ്ഞു, സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന. എന്തുവാണ്? ഇപ്പം യേശു രോഗത്തെ എന്തെന്നാ കണ്ടേ? ഉറക്കെ പറഞ്ഞോളൂ. ബന്ധനം. എന്താണ്? യേശു നമ്മൾ നോക്കുമ്പോൾ രോഗം സ്കാൻ ചെയ്യുമ്പോൾ അത് എല്ലിൻ്റെ പ്രശ്നമാണ്, അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം. പക്ഷേ യേശുവിൻ്റെ സ്കാനിങ് കണ്ണുകൾ കണ്ടപ്പോൾ ഒരു കെട്ട് കെട്ടി വെച്ചിരിക്കുന്നു. ഇന്ന് രാത്രി കെട്ടുകളൊക്കെ പൊട്ടും, ഇന്ന് പകൽ കെട്ടുകൾ പൊട്ടും. ചില കൈ അനക്കാൻ മേലാതെ കെട്ടിവെച്ചിരിക്കുന്ന കെട്ടിവിടെ പൊട്ടും, ബന്ധനങ്ങൾ അഴിയും. സാത്താൻ കെട്ടുന്നു, കർത്താവ് അഴിക്കുന്നു. സാത്താൻ കെട്ടുന്നു, കർത്താവ് അഴിക്കുന്നു. ചിലവർ എൻ്റെ മനസ്സിലെന്തോ കെട്ടി വെച്ചിരിക്കുന്ന പോലെ, അതെ, ഇന്ന് പകൽ നമ്മുടെ കർത്താവിൻ്റെ ദിവ്യ സന്തോഷത്താൽ കർത്താവ് അഴിച്ചു വിടുന്നതാകിയാൽ ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാൽ. ദരിദ്രന്മാർക്ക് സുവിശേഷം, ബന്ധനസ്ഥർക്ക് വിടുതൽ, പീഡിപ്പിക്കപ്പെടുന്നവർ, സാത്താനാൽ പീഡിപ്പിക്കപ്പെടുന്നവർ അവരെ വിടുവിച്ചയക്കുക. ഇതാണ് യേശു. സോ എന്തുകൊണ്ട് കർത്താവ് സൗഖ്യമാക്കി? അത് തൻ്റെ ദൗത്യമായ കൊണ്ട് സൗഖ്യമാക്കി. എല്ലാവരും പറഞ്ഞേ, എന്തുകൊണ്ട് യേശു സൗഖ്യമാക്കി? പിതാവ് വിട്ടത് അതിനാ. അപ്പോഴാ ചെല്ലി ചോദിക്കുന്നത്, ഇതെന്തിനാ ഇവർ ഈ സൗഖ്യം വിടുതൽ, സൗഖ്യം വിടുതൽ? ഇവരല്ല സഹോദര, ഈ നടക്കുന്നൊന്നും തോമസ് ഊട്ടി ബ്രദറോ തങ്കു ബ്രദറോ ആരും ചെയ്യുന്നതല്ല. ഇന്ന് പകൽ തൃപ്പൂണിത്തറയിൽ യേശു വന്നിരിക്കുക. അവൻ ഇന്നലെയും ഇന്നും എന്നും മാറ്റമില്ലാത്തവനാകിയാൽ പാലസ്തീൻ ചെയ്ത അതേ പരിപാടി ഇന്ന് പകൽ ഇവിടെ യേശുവാ ചെയ്യുന്നത്. നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ ചില സഹോദരന്മാർ നിൽക്കുന്ന കാണാം, അത് ഈ കണ്ണുകൊണ്ടാണ് കാണുന്നത്. എന്നാൽ ഞാൻ നോക്കുമ്പോൾ തൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെ ആണിപ്പഴുതേറ്റ കരങ്ങളുമായി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. അവൻ അന്ന് ചെയ്തത് ഇന്നും ചെയ്യുന്നു. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. 2, എന്തുകൊണ്ട് യേശു സൗഖ്യമാക്കുന്നു? രണ്ടാമത്തെ കാര്യം, അവന് രോഗികളോടും പീഡിപ്പിക്കപ്പെടുന്നവരുള്ള മനസ്സലിവ് നിമിത്തം സൗഖ്യമാക്കുന്നു. ഉറക്കെ പറഞ്ഞ് എന്തുകൊണ്ടാണ്? മനസ്സലിവ്. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 35-36 വാക്യങ്ങൾ വായിക്കപ്പെടുന്ന ശ്രദ്ധിക്കുക. യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ ഉപദേശിച്ച് രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു. അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു. അവരെക്കുറിച്ച് എന്ത് ചെയ്തു? മനസ്സലിഞ്ഞു. പലരും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ദൈവം എനിക്ക് കഷ്ടപ്പാടെല്ലാം തന്നിരിക്കുകയാണ്. അല്ല സഹോദര, നിന്റെ കഷ്ടപ്പാട് കണ്ട മനസ്സലിയുന്നവനാ കർത്താവ്. ദൈവം എന്തിനാ എനിക്ക് കഷ്ടപ്പാടെല്ലാം തന്നിരിക്കുന്നത്? ദൈവമല്ല കഷ്ടപ്പാട് തരുന്നത്. മനുഷ്യരുടെ ഇടയിൽ ഒത്തിരി അങ്ങനെയുള്ള തെറ്റിദ്ധാരണയുണ്ട്. യഹൂദന്മാരുടെ ഇടയിലും ഒരു തിന്മ വരുമ്പോൾ, വീട്ടിലൊരു മരണം നടന്നപ്പോൾ, കുഞ്ഞുങ്ങൾക്ക് രോഗം വന്നപ്പോൾ, ദൈവം എന്തിനാ ഇത് ചെയ്തേ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. മനുഷ്യരുടെ ഒക്കെ ഇടയിലുണ്ട്. അതൊരു വലിയ തെറ്റിദ്ധാരണയാണ് ദൈവത്തെക്കുറിച്ച്. എന്നാൽ നന്മ വന്നപ്പോൾ ദൈവമാ തന്നെന്ന് പലരും പറയാൻ മറന്നും പോകുന്നു. അതുകൊണ്ടാണ് കർത്താവായ യേശു ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ദോഷികളായ നിങ്ങളുടെ മക്കൾ ചോദിച്ചാൽ നല്ല ദാനങ്ങൾ മാത്രമേ കൊടുക്കുള്ളല്ലോ. നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ അടുക്കൽ വന്ന് മീൻ ചോദിച്ചാൽ നിങ്ങൾ ആരെങ്കിലും പാമ്പിനെ കൊടുക്കുമോ? ഇല്ലല്ലോ. അതല്ല, മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? ഇല്ലല്ലോ. അല്ല, നിങ്ങളുടെ അടുക്കൽ വന്ന് അപ്പം ചോദിച്ചാൽ കല്ലെടുത്ത് കൊടുക്കുമോ? ഇല്ലല്ലോ. പ്രൈസലോ. അങ്ങനെ ദോഷികളായ നിങ്ങളുടെ സ്വന്തം മക്കൾക്ക്
പാമ്പിനെയോ തേളിനെയോ കല്ലോ ഒന്നും എന്ത് ചെയ്യാറില്ല, എടുത്തു കൊടുക്കാറില്ല. ദോഷികളായ നിങ്ങൾ, പാപത്താൽ ദൈവസ്വഭാവത്തിൽ നിന്ന് അകന്നുപോയ നമ്മുടെ കാര്യമാണ് പറയുന്നത്. നമ്മളത് ചെയ്യത്തില്ലെങ്കിൽ നന്മയുടെ മൂർത്തിയായ ദൈവം, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നന്മ എത്ര അധികം ചെയ്യും. തിന്മകളൊന്നും തരുന്നത് ദൈവമല്ല. ഉറക്കെ പറയൂ. സ്തോത്രം. അങ്ങനെ ആയിരുന്നെങ്കിൽ രോഗികളെ കണ്ടപ്പോൾ കർത്താവ് സന്തോഷിച്ചേനെ. പക്ഷെ ഇവിടെ നമ്മൾ വായിക്കുന്നു, രോഗികളെ കണ്ടപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? മനസ്സലിഞ്ഞു. ലാസറിന്റെ കല്ലറയ്ക്കൽ യേശു കരഞ്ഞു. വേറെ ചില രോഗികളെ കണ്ടപ്പോൾ കർത്താവ് നെടുവീർപ്പെട്ടു. നിന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ കഷ്ടത കണ്ട്, നിന്റെ വേദന കണ്ട് മനസ്സ് വേദനിക്കുന്ന നിന്റെ ഈ ലോകത്തിലെ അമ്മയേക്കാൾ, നിന്റെ ലോകത്തിലെ സ്വന്തം അപ്പനേക്കാൾ നിന്നോട് കനിവും സ്നേഹവായ്പുള്ളവനാണ് ദൈവം. അതാണ് ക്രിസ്തുവിടെ വെളിപ്പെടുത്തിയത്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ബ്രദറെ, സ്പീഡിൽ കയറിക്കുക, സ്പീഡിലൊന്ന് കയറിക്കുക, ഇച്ചിരി സ്പീഡിൽ. കായൊക്കെ ഒന്ന് പൊക്കി വെച്ച്. സ്റ്റെപ്പ് കയറാൻ പറ്റുന്നുണ്ട്. എന്തായിരുന്നു? ആർത്രൈറ്റിസ് ആയിരുന്നു? മുട്ട് സ്റ്റെപ്പിൽ കയറുമ്പോൾ മുട്ടിന് ഭയങ്കര വേദനയാണ്. 5-8 വർഷമായി. ഈ പല സന്ധികളിലും പ്രയാസമുണ്ടോ അതോ മുട്ടിന് മാത്രം? മുട്ടിന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ, നേരത്തെ ഇങ്ങനെ സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടായിരുന്നു. ഒരു സ്റ്റെപ്പിൽ നിന്നിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് കയറാൻ പറ്റുള്ളൂ. ഇപ്പൊ കയറിയിട്ട് ഫ്രീ ആയി. ഇപ്പോൾ ഒരു കുഴപ്പമുണ്ടായില്ല. ഖരമടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഒന്നിടന്ന് ഇറങ്ങി ഖരമടിച്ച് വായി തുറന്ന് കർത്താവിനെ സ്തുതിക്കാം. കേൾക്കാൻ നൈസായിട്ട് ഇപ്പോഴേ കേൾവി തുടങ്ങി. എൻ്റെ 19 വർഷമായി. ഇപ്പോൾ എനിക്ക് 51 വയസ്സുണ്ട്. കുഞ്ഞിലെ തുടങ്ങിയല്ലോ ഒരു സൈഡ് കേൾക്കാൻ പറ്റില്ല. ഇപ്പം ആ ചെവി അടച്ചു പിടിച്ചിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. ചൊവ്വ അടച്ചു പിടിച്ച് കേൾക്കാം. എത്ര വർഷം മുമ്പ് ചെവി കേൾവി പോയതാ? ചെറുപ്പം തുടങ്ങി ഈ ഒരു സൈഡ് കേൾവി ഇല്ലായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ പണിയെടുക്കുന്ന സമയത്തൊക്കെ ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡിൽ കൂടി കേൾക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ചെവിയിലാണ് ശ്രദ്ധ വരുന്നത്. അപ്പോൾ എൻ്റെ അപ്പച്ചനെ അങ്ങനെ നൈസായിട്ടൊരു കേൾവിക്കുറവുണ്ടായിരുന്നു. അപ്പച്ചൻ മരിച്ചുപോയി. എങ്കിലും ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ ബ്രദർ പറയുന്നത് ശരിക്കും കേൾക്കാൻ പറ്റുന്നുണ്ട്. യേശു എനിക്ക് വലിയൊരു അത്ഭുതമാണ് ചെയ്തു തന്നിരിക്കുന്നത്. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്നുള്ളത് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. അതെൻ്റെ മക്കളിലൂടെ തന്നെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഫാദറിനും ചെവിക്ക് കേൾവി നഷ്ടപ്പെട്ടതായിരുന്നാണ് അപ്പച്ചന് അതുപോലെ തന്നെ കുറവായിരുന്നു, കേൾവി കുറവ് ഒരു സൈഡ് തന്നെയാണ്. അതുപോലെ തന്നെയാണ് എനിക്കും അത് സംഭവിച്ചത്. ഞാനാണ് മൂത്ത മകൻ. അപ്പോൾ എനിക്കും അതുപോലെ തന്നെ ഒരു അവസ്ഥയായിരുന്നു. മറ്റുള്ളവർക്ക് അത്രയും പ്രശ്നമില്ല. 2 അനിയന്മാരുണ്ട്, 3 പെങ്ങന്മാരുണ്ട്. അവർക്കൊക്കെ ഒന്നും കുഴപ്പമില്ല. പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ പണിതുണ്ടിരിക്കുമ്പോഴാണെങ്കിലും ഒരു സൈഡിൽ എന്ന് പറഞ്ഞാൽ ഈ ഇതിലാണ് ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ അടച്ചു പിടിച്ചിട്ട് ചൊവ്വേ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഖരമടിച്ച് നമുക്ക് കർത്താവ്. എന്തായിരുന്നു പ്രയാസം? നട്ടലിന് വളവ് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞൊക്കെയാണ്. നടക്കാനായിട്ട് കിടക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ എഴഞ്ഞ് വേദന ഇറങ്ങി പോരില്ല. ഇപ്പൊ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എങ്ങനെയുണ്ട്? വ്യത്യാസമുണ്ട്. നടന്ന് നോക്കിയോ? നോക്കിയിട്ട് എങ്ങനെയുണ്ട്? സൗഖ്യമായി. ഖരമടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. എനിക്ക് വയറിനകത്തും നടുവിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എത്ര നാളുകളായി? അത് ഒരുപാട് നാളായി. ഇന്ന് പ്രാർത്ഥിച്ചപ്പോൾ എന്താ സംഭവിച്ചേ? അത് എൻ്റെ കയ്യിൽ ഈ വിരലിൽ ഇങ്ങനെ ഒരു കറണ്ട് അടിക്കുന്നത് പോലെ തോന്നി. സൗകര്യം മുമ്പിൽ വന്ന് പ്രാർത്ഥിച്ചില്ല? ഇല്ല. സ്വന്തം കൈവച്ച് നടുവിൽ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉടനെ ഈ കൈയെ യേശു ഉപയോഗിച്ചു. കയ്യിൽ കൂടെ ഒരു കരണ്ട് അടിക്കുന്ന അനുഭവം ഉണ്ടായി. എന്താ ഉണ്ടായ? പ്രാർത്ഥിച്ചപ്പം കറണ്ട് അടിക്കുന്ന പോലെ ഈ വിരലിൽ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ വിരലിൽ ഒരു തണുപ്പ് ഉണ്ടാകുന്ന പോലെ ഉണ്ടായി. എന്നിട്ട് നടുവിൻ്റെ ഈ നടുഭാഗത്തായിട്ട് ഇടത്ത് വശത്തെ നടുവിൽ അകത്തോട്ട് തണുപ്പ് ഇങ്ങനെ അരിച്ച് കയറി ഇങ്ങനെ ഉണ്ടായി. ഇപ്പം വേദന മാറിയോ? നല്ല ഫ്രീ ആയി. നടുവിന് വേദനയായിരുന്നു. തുടങ്ങിയിട്ട് 10 വർഷത്തോളം ഞാൻ മരുന്ന് പലതും കഴിക്കുന്നുണ്ട്. എന്നിട്ട് എനിക്ക് കുറവില്ല. അവസാനം ഞാൻ മരുന്ന് ഉപേക്ഷിച്ച്. നീ മരുന്നൊന്നും കഴിക്കുന്നില്ലെന്നുണ്ട്. പ്രാർത്ഥനയ്ക്ക് നടക്കുമായിരുന്നു. ഇന്ന് ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ എന്താ ഉണ്ടായത്? പ്രാർത്ഥിച്ചപ്പോൾ എനിക്കിങ്ങനെ വിറവല് പോലെ വന്ന് ഞാൻ വീഴുമായിരുന്നു. വീണുപോയി?
ഓ, ആൻറ്റി ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ താഴെ വീണുപോയി. വീണപ്പോൾ ശരീരത്തിൽ നിന്ന് എന്തെങ്കിലും മാറുന്നതായിട്ടോ? അങ്ങനെ പോന്നോട്ട് തോന്നി. ഞാൻ പറഞ്ഞല്ലോ, യേശു സൗഖ്യമാക്കുന്നത് ആൾക്ക് വിടുതൽ കൊടുക്കാനാണ്. അപ്പോൾ തന്നെ അന്ധകാര രാജ്യത്തിൻ്റെ ശക്തിയുടെ മേൽ ദൈവരാജ്യത്തിൻ്റെ ശക്തി വെളിപ്പെടുത്താനാണ്. ഇപ്പം കുനിഞ്ഞൊക്കെ നോക്കിയോ? കുഞ്ഞു നോക്കി, കുഴപ്പമൊന്നുമില്ല. ഒന്നുകൂടെ കുനിഞ്ഞ് നോക്കിയേ. കുഴപ്പമൊന്നുമില്ല. എന്തൊരു അത്ഭുത യേശു ചെയ്തു. കണ്ണിൻ്റെ പവർ കുറയുക എന്ന് പറഞ്ഞ് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ല യേശുവിൻ്റെ നാമം. അപ്പോൾ ഒരു ദിവസം RCMൽ പോയായിരുന്നു ഡോക്ടറുടെ അടുത്ത്. അപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ അന്നേരം ശരിക്കും അകലത്തിൽ നിന്നൊന്നും വായിക്കാനൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പറ്റിയില്ല. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു കണ്ണൊന്ന് ടെസ്റ്റ് ചെയ്ത് തര്. അപ്പോൾ പറഞ്ഞു ഈ വലത്തെ കണ്ണിന് നല്ല പവർ കുറയുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ബ്രദർ പറഞ്ഞു അങ്ങനെയുള്ളവർ കൈ വെച്ച് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പറഞ്ഞപ്പോഴത്തേക്കും പ്രാർത്ഥിച്ചു. ഇപ്പം നല്ല കണ്ണിനൊരു മൂകതയൊക്കെ മാറിയതുപോലെ ദൈവം സൗഖ്യം തന്നേനാ നന്ദി. ഇപ്പം നല്ലപോലെ തെളിഞ്ഞ് കാണാവോ? ഇപ്പം തെളിഞ്ഞൊക്കെ നോക്കിയോ? ദൂരത്തിൽ നോക്കിയോ? ദൂരത്തിൽ നിന്നൊക്കെ നോക്കി, ക്ലിയറാണ്. കരമടിച്ച് കർത്താവിനെ ശ്രദ്ധിക്കാം. നമ്മളെ പൂർണ്ണരാക്കാൻ വന്ന കർത്താവ് ശരീരത്തിലാകാം, മനസ്സിലാകാം, ആത്മാവിലാകാം, കുടുംബത്തിലാകാം. ആ പൂർണ്ണത മാറ്റും. ബി ഹോൾ എന്ന് പറഞ്ഞ കർത്താവ് സൗഖ്യത്തിനായി ഇപ്പോൾ തന്നെ കർത്താവിൻ്റെ സ്നേഹം വ്യാപരിച്ചുകൊണ്ടായിരിക്കുന്നു. നിങ്ങൾ എവിടെ നിന്നാണ് ഈ പ്രോഗ്രാം കാണുന്നതെങ്കിലും, ആശുപത്രിയിലാകാം, വീട്ടിലാകാം, ഏത് പ്രതിസന്ധിയിലാണെങ്കിലും, യേശുവേ ഞാൻ അങ്ങേ വിശ്വസിക്കുന്നു, എന്നെ ഒന്ന് സ്പർശിക്കണമേ, എനിക്കിപ്പോൾ തന്നെ ഒരു വിടുതൽ വേണം. പ്രാർത്ഥിച്ചോ? ഹൃദയം തുറന്ന ആഗ്രഹത്തോടെ ദൈവസന്നിധിയിൽ വന്നു. ഇപ്പോൾ തന്നെ വിടുതലാകാൻ പോവുക. രോഗികൾ നിങ്ങളുടെ രോഗം കർത്താവിൻ്റെ മുമ്പാകെ വിശ്വാസത്തോടെ പറഞ്ഞ് ഈ നിമിഷം സൗഖ്യമാകും. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ വലിയ കൃപ, വലിയ കൃപ, വലിയ കൃപ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളുടെ മേലും ഈ നിമിഷം വ്യാപരിക്കട്ടെ. കർത്താവെ, അങ്ങ് പൂർണ്ണനാക്കുന്ന കർത്താവ്, സൗഖ്യമാക്കുന്ന കർത്താവ്. കേട്ടുകൊണ്ടിരിക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ, ഭാരങ്ങൾ വിട്ടുമാറട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കുടുംബത്തിനകത്തുള്ള അസ്വസ്ഥതകൾ മാറട്ടെ. കർത്താവെ, പലവിധ പ്രയാസത്താലാണല്ലോ പലരും കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്വാസം മുട്ടി ശ്വാസം കഴിക്കാൻ തന്നെ ബുദ്ധിമുട്ടുന്നവർ കേൾക്കുന്നു. ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതം സംഭവിച്ചവർ കേൾക്കുന്നു. ആക്സിഡൻറ്റിൽപ്പെട്ട ചില മക്കൾ, വീട്ടിലെ വ്യക്തികൾ ആക്സിഡൻറ്റിൽപ്പെട്ട് അവർക്ക് ഒരു വിടുതലില്ലാതെ ഭാരപ്പെടുന്നവർ കേൾക്കുന്നു. വളരെ ക്രിട്ടിക്കൽ കണ്ടീഷനിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്നവരുടെ ബന്ധുക്കൾ കേൾക്കുന്നു. യേശുവേ, അങ്ങേക്ക് വിടുവിക്കാൻ കഴിയാത്ത ആരുമില്ല. ഞങ്ങൾ വിശ്വസിക്കുന്നു. വി ബിലീവ് യു ലോർഡ്, വി ബിലീവ് യു ജീസസ്. അങ്ങയുടെ അത്ഭുതം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളുടെ മേലും വ്യാപരിക്കട്ടെ. രോഗബന്ധനങ്ങൾ അഴിയട്ടെ, ഭാരങ്ങൾ വിട്ടുമാറട്ടെ, വലിയ ദൈവിക സമാധാനമുണ്ടാകട്ടെ. കർത്താവ്, ഈ നിമിഷം തന്നെ സൗഖ്യം പകർന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. കർത്താവിൻ്റെ വലിയൊരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനം നടക്കുന്ന എനിക്ക് എൻ്റെ ഉള്ളിൽ അത് ഫീൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ തന്നെ ആ ശരീരങ്ങളിൽ വിടുതൽ വന്നിട്ടുണ്ട്. നിങ്ങളത് ഏറ്റെടുക്കണം, ചെക്ക് ചെയ്യണം, സൗഖ്യം വിളിച്ചറിയിക്കണം. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എപ്പോഴും ശുശ്രൂഷകർ റെഡിയാണ്. പ്രയർ ടവർ നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ മതി. കൗൺസിൽ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും. ദൈവവചനം പറഞ്ഞു തരും. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. യേശു വേഗം വരാൻ പോവുക. ലോകത്തിലെ സംഭവങ്ങളെല്ലാം കാണുമ്പോൾ ഓർത്തോണം, ഈ ലോകം ഇങ്ങനെ എന്നും മുമ്പോട്ട് പോകത്തില്ല. ഈ ലോകത്തിലെ നമ്മുടെ വാസം തീരും. നമുക്കൊരു നിത്യഭവനമുണ്ട്. നമുക്കായിട്ട് ആ നിത്യ സ്വർഗം ഒരുക്കാനാണ് യേശു പോയിരിക്കുന്നത്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചന സൗജന്യമാണ്, നിത്യജീവൻ സൗജന്യമാണ്. ഈ ലോകത്തിൽ ജയകരമായ സന്തോഷമുള്ള സമാധാനമൊരു ജീവിതം ക്രിസ്തുവിൽ നമുക്കുണ്ട്. കർത്താവിലുള്ള അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിൽ മുമ്പോട്ട് പോകാം. അടുത്ത എപ്പിസോഡിൽ കാണും വരെയും കർത്താവ് തൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കും. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.